ഹലോ നമസ്കാരം. സിബിൽ സ്കോർ നമ്മുടെ ലോൺ അപ്രൂവൽസിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോവുകയാണ്. സിബിൽ സ്കോർ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഉയർത്താൻ സാധിക്കും, സിബിൽ സ്കോറും ക്രെഡിറ്റ് കാർഡ്സും തമ്മിലുള്ള ഒരു ചെറിയ കണക്ഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. കാണാത്ത ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോയും കൂടി ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്, പാർട്ട് 2 ആയിട്ട്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിബിൽ സ്കോർ 0 ആളുകൾക്ക് എങ്ങനെ സിബിൽ സ്കോർ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, ഓൾറെഡി സിബിൽ സ്കോർ വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ ഏത് രീതിയിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ കൂട്ടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ്. സിബിൽ സ്കോർ 0 ഉള്ള ആളുകൾ, അതായത് ഇതുവരെ ലോൺ ഒന്നും എടുക്കാത്ത ആളുകളാണെങ്കിൽ കൂടി അവരുടെ ബാങ്കിലെ ട്രാൻസാക്ഷൻസ് നോക്കിയതിന് ശേഷം ക്രെഡിറ്റ് കാർഡ്സ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല രീതിയിൽ എല്ലാ മാസവും ഇടപാടുകൾ നടത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ഈ ക്രെഡിറ്റ് കാർഡിന് ബാങ്ക് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യും. നമ്മുടെ മന്ത്ലി ട്രാൻസാക്ഷൻസിൻ്റെ എമൗണ്ട് നോക്കിയിട്ട് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം ലിമിറ്റ് സെറ്റ് ചെയ്ത ആളാണെങ്കിൽ ആ ലിമിറ്റിൻ്റെ ഒരു 30% കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഒരു 30%-ലധികം 30-40% കൂടുതൽ വരാത്ത രീതിയിൽ സ്പെൻഡിങ് ലിമിറ്റ് വെച്ചതിന് ശേഷം എല്ലാ മാസവും കൃത്യമായിട്ട് അതിൻ്റെ തവണ അല്ലെങ്കിൽ നമ്മുടെ ബില്ല് കൃത്യമായിട്ട് പേ ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ 5-6 മാസം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉയർന്നു വരും. ഈ ഒരു കാര്യം നേരെ റിവേഴ്സ് സംഭവിക്കും. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എല്ലാ മാസവും നിങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നു, അതായത് 1 ലക്ഷം ലിമിറ്റ് ഉണ്ടെങ്കിൽ 1 ലക്ഷം ഫുൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 90,000 ഉപയോഗിക്കുന്നു, എന്നിട്ട് പേയ്മെൻറ്റ് കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ വളരെ നല്ല രീതിയിൽ താഴ്ന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. സിബിൽ സ്കോർ കുറഞ്ഞ ആളുകൾക്ക് അത് ഉയർത്താനുള്ള മറ്റൊരു മാർഗമാണ് ഗോൾഡ് ലോൺസ് എടുക്കുക എന്നുള്ളത്. ഗോൾഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾഡ് ലോൺസ്, 3 മാസത്തെ 6 മാസത്തെ സ്കീമുകളിലുള്ള ഗോൾഡ് ലോൺസ് മുൻനിര NBFCകളിലും ചില ബാങ്കുകളിലും ലഭ്യമാണ്. ഈ ഇത്തരം ഗോൾഡ് ലോൺസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാ മാസവും കൃത്യമായിട്ട് അടയ്ക്കുക. ഒരു 3, 4 അല്ലെങ്കിൽ 5, 6 മാസം അടയ്ക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഒരു പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുന്ന ആളാണെന്നുള്ള ഒരു റിപ്പോർട്ട് സിബിലിലേക്ക് പോവുകയും നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ സിബിൽ സ്കോർ വളരെ നല്ല രീതിയിൽ ഉയരുകയും ചെയ്യും. രാജ്യത്തെ മുൻനിര ഗോൾഡ് ലോൺ കമ്പനികളെല്ലാം ഈ സിബിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവയാണ്. ബാങ്കുകളും മിക്കവാറും സിബിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഗോൾഡ് ലോൺസ്. എന്നിരുന്നാലും നിങ്ങൾ അത് ചെയ്യുന്നതിന് മുൻപ് അവിടുത്തെ എക്സിക്യൂട്ടീവ്സിനോട് ചോദിച്ചതിന് ശേഷം ചെയ്യുക. സിബിൽ സ്കോർ വളരെ എഫക്റ്റീവായിട്ട് ഉയർത്താനുള്ള 2 മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സിബിൽ സ്കോർ നല്ല രീതിയിൽ ഉയർന്നതായിരിക്കും. ഈ സിബിൽ സ്കോർ എപ്പോഴും ഉയർന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഏത് സമയത്താണ് നമുക്കൊരു പേഴ്സണൽ ലോൺ ആവശ്യമായി വരിക അല്ലെങ്കിൽ കാർ ലോൺ ആവശ്യമായി വരിക എന്നൊന്നും പറയാൻ സാധിക്കില്ല. ആ ഒരു സമയത്ത് നമ്മൾ ലോണിന് വേണ്ടി നെട്ടോട്ടം ഓടാതിരിക്കാനും നമുക്ക് അപ്രൂവൽസിന് കാലതാമസം വരാതിരിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ലോൺ ലഭിക്കാനുമെല്ലാം ഈ ഒരു സിബിൽ സ്കോർ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്നത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും വളരെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിൽസ്, ക്രെഡിറ്റ് കാർഡ് ബിൽസ് എല്ലാം കൃത്യമായിട്ട് അടയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ലിമിറ്റ് മുഴുവൻ യൂസ് ചെയ്യാതെ ഒരു 30% 40% ലിമിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലൊരു സിബിൽ സ്കോറിന് ഉടമയാകാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.